വരികയാണ്. അടുത്തതായിട്ട് ടി കെ ശക്തിധരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ വി എസ് സുനിൽകുമാർ, ഉദ്ഘാടനം ചെയ്ത അശോകേട്ടൻ, രാവിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കുര്യപ്പുഴ സാർ തുടങ്ങി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സുഹൃത്തുക്കളെ, സെക്യുലറിസ്റ്റുകൾ, സെക്യുലർ ജീവിതവും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊരു അനുസ്മരണം നടത്തിക്കൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതാവും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ കുന്നംകുളത്തിനടുത്തുള്ള കിക്കാവിലെ രാമൻ നമ്പൂതിരി എന്നൊരു 85 വയസ്സായ വയോധികൻ മരിക്കുകയുണ്ടായി. അദ്ദേഹം 6 മാസം ഗുരുവായൂർ മേൽശാന്തിയായിട്ടും 1 വർഷം ശബരിമല മാളികപ്പുറം മേൽശാന്തിയായിട്ടും ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ശാന്തിപ്പണി സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് ശാന്തിപ്പണി പഠിക്കുന്നതും ഈ 2 ക്ഷേത്രങ്ങളിലെ മേൽശാന്തിയായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതും. അദ്ദേഹം കഴിഞ്ഞ 15-ാം തീയതി മരണപ്പെട്ടു. നമ്മളത് പത്രത്തിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞത്. രാമൻ നമ്പൂതിരി മരിച്ചാൽ എത്ര പ്രാധാന്യം എന്താണെന്ന് നമുക്ക് പലർക്കും ചിന്തിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആചാരപരമായി ചിതകൾ ദഹിപ്പിക്കാതെ കുട്ടികളുടെ പഠനത്തിനായിട്ട് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഒരു മേൽശാന്തിയുടെ ശരീരം കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണോ എന്ന് ചില ആത്മീയ കേന്ദ്രങ്ങൾ അകൽപ്പെടാൻ ഇടയാകുന്നത്. 2014 അദ്ദേഹത്തിന് ചിന്ത, തൻ്റെ ശരീരം മരണശേഷം മണ്ണാകാനുള്ളതല്ല, കുട്ടികളുടെ പഠനത്തിന് ഉപകരിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. ആ വിവരം അദ്ദേഹം കുടുംബാംഗങ്ങളെ ധരിപ്പിച്ചു. നമ്പൂതിരി കുടുംബമാണല്ലോ, യാതൊരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ മറ്റ് ബന്ധുക്കളോ സഹകരിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് നിർബന്ധം സഹിക്കുക വയ്യാതെ 2019 ഭാര്യയും മക്കളും ഇതിന് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. ബുദ്ധിമാനായ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുത്തുകൊള്ളൂ, നിങ്ങളുടെ വിശ്വാസപ്രകാരം എൻ്റെ ആത്മാവും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അർഹമായ രീതിയിൽ പോകുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ശരീരത്തിന് ബദലായി പുല്ലുകൊണ്ടൊരു ശരീരം ഉണ്ടാക്കി നിങ്ങൾ വീട്ടിൽ തന്നെ ചിത ഒരുക്കി ആ ചിതയിൽ ആചാരപ്രകാരം ദഹിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് സമ്മതമായി. അതേ രീതിയിൽ തന്നെ അദ്ദേഹം മരിച്ച ഉടനെ തന്നെ പുല്ലുകൊണ്ടൊരു ചിതയുണ്ടാക്കി വീട്ടിൽ ദഹിപ്പിച്ചു, പിണ്ണം വെച്ചു, മറ്റു എല്ലാ ചടങ്ങുകളും നടത്തിയതിനു ശേഷമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് ഇത് കൊടുത്തത്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, കേരളത്തിലെ ഇന്ത്യ ഗവൺമെൻറ് ശരീരദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഞാനടക്കമടങ്ങുന്ന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിരവധി മെഡിക്കൽ കോളേജുകളിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് മൃതശരീരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും വളരെ നിസ്സാരമായി മാത്രമേ ഇത്തരം സമീപനം കാണാറുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. മാത്രമല്ല, മാധ്യമങ്ങളെല്ലാം ഈ ചരമവാർത്തയ്ക്ക്
യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. സാധാരണ ഒരു ചരമക്കോളത്തിൽ മറ്റ് ചരമങ്ങളുടെ കൂട്ടത്തിൽ അത് കൊടുക്കുക മാത്രമാണ് ഉണ്ടായിരുന്നെന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രധാന വിഷയം സെക്യുലർ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണല്ലോ. അതിലെല്ലാ മറുപടികളും രാവിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ആദരണീയനായ കുര്യപ്പ സാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. എന്താണ് സെക്യുലറിസം എന്നും സെക്യുലറിസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും അതുമായി മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്നും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. പ്രധാനമായിട്ടും ഒരു സെക്യുലറിസ്റ്റുകൾ പല നിലയ്ക്ക് ചിലപ്പോൾ പ്രേമവിവാഹത്തിലായിരിക്കാം, ചിലപ്പോൾ ആലോചിച്ചുറപ്പിച്ചതായിരിക്കാം. രണ്ട് ജാതിയിലോ രണ്ട് മതത്തിലോ പെട്ട രണ്ടുപേർ വിവാഹിതരായി വരുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. പിന്നീടാണ് ഒരു കുട്ടികളുണ്ടാകുന്നു. കുട്ടികളുടെ അതുമായി ബന്ധ പ്രശ്നങ്ങൾ, കുട്ടികളെ സ്കൂളിൽ ചേർത്തണം, കുട്ടികളെ പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതിനുശേഷം വിവാഹം ചെയ്തയക്കണം. ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് സമയത്താണ് നമ്മൾ പ്രതിസന്ധി നേരിടുന്നത്. ഒന്ന്, അവരുടെ സ്കൂളിൽ ചേർത്തുമ്പോൾ അതിൻ്റെ കോളത്തിൽ ജാതിയോ മതമോ നിർബന്ധമായിട്ടും അവർ ചോദിക്കും. ഏതെങ്കിലും ജാതി ചേർക്കാൻ നിർബന്ധിക്കപ്പെടും, അല്ലെങ്കിൽ മതം ചേർക്കാൻ നിർബന്ധിക്കപ്പെടും. നമ്മളൊക്കെ സെക്യുലറിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ മതവിശ്വാസികളല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ചില പറയുവാൻ നില്ല് എന്നെഴുതാൻ പറയും, ചിലവർ സെക്യുലർ എന്ന് ചേർക്കാൻ പറയും, ചിലർ എന്നെ എന്ന് ചേർക്കാൻ പറയും, ചിലർ നോട്ട് സ്റ്റേറ്റഡ് എന്ന് ചേർക്കും. ഇതിലേതെങ്കിലും ചേർത്താലും വിരോധമില്ല. നോട്ട് സ്റ്റേറ്റഡ് എന്ന് ചേർത്താൽ ഏത് സമയത്തും നമുക്ക് അവിടെ ജാതിയോ മതമോ പിന്നീട് എഴുതി ചേർക്കാനുള്ള അവസരമുണ്ടാവും. അങ്ങനെ കുട്ടികൾ പഠിച്ചു, 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ ആവശ്യപ്പെടും. അതിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നോ കാസ്റ്റോ എന്ന് വെച്ചാൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നോൺ റിലിജിയൻ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നീട് അവരുടെ ഉയർന്ന പരീക്ഷകൾ വന്നു. അതിൽ ചിലപ്പോൾ സംവരണം കിട്ടുന്ന വിഭാഗങ്ങളായിരിക്കും. സംവരണം കിട്ടുന്ന വിഭാഗങ്ങൾക്ക് തീർച്ചയായിട്ടും സെക്യുലർ എന്നോ നോ കാസ്റ്റോ എന്ന് എഴുതാൻ തീർച്ചയായിട്ടും സംവരണം ലഭിക്കില്ല. അപ്പോൾ ജനറൽ എന്ന കാറ്റഗറിയിൽ പെട്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്, വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും OBC അല്ലെങ്കിൽ സമര വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് അർഹതപ്പെട്ട സംവരണമില്ലാതെ കുട്ടികൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആദർശത്തിൻ്റെ പേരിൽ ജാതി മതം ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ പഠിച്ചു തന്നെ ജയിക്കട്ടെ എന്ന നിലപാടാണ് രക്ഷിതാക്കളും ഒരു പരിധിവരെ കുട്ടികൾ സ്വീകരിക്കാറുള്ളത്. അവർ സംവരണം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ സംവരണം എടുക്കുന്നവർ അത് എഴുതുക തന്നെ വേണം, എഴുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ജോലിയുടെ കാര്യം എത്തുമ്പോഴും ഇതേ പ്രതിസന്ധി തന്നെ അവർ നേരിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടും. ഗവൺമെൻറ്റിലും സുപ്രീം കോടതി വരെ അതുമായി ബന്ധപ്പെട്ട കേസും മറ്റൊക്കെ പോയതിനു ശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് EWS എന്ന കാറ്റഗറിയിൽ നോൺ റിലീജിയസ് അല്ലെങ്കിൽ നോൺ കാസ്റ്റുള്ള കുട്ടികൾക്ക് 10% സംവരണം എന്ന് കൊടുക്കാമെന്നുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഒരുവിധം പേർക്കും കുട്ടികൾക്കും അത് അർഹത ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ ഒരു കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ 10% സംവരണം EWS കാറ്റഗറിയിൽ കൊടുക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അത് ആദർശത്തിൻ്റെ പേരിലാവുമ്പോൾ തീർച്ചയായിട്ടും അവരെ സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം രണ്ടാമത് വരുന്നത് കുട്ടികളുടെ വിവാഹമാണ്. വിവാഹപ്രായം എത്തുമ്പോൾ വിവാഹ കമ്പോളത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ജാതീയ മതത്തിലെ ആചാരങ്ങളിലോ പെട്ട് ഇഷ്ടംപോലെ കുട്ടികൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ നമുക്ക് ആചാരപരമായി ആദർശത്തിൻ്റെ പേരിലുള്ള ഒരു കുട്ടിയെ ആണോ പെണ്ണോ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രംഗം നമുക്കുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് മറ്റൊരു പ്രതിസന്ധി വരുന്നത്. നേരത്തെ അശോകേട്ടനും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു ജാതിയോ മതത്തോ ഉൾക്കൊണ്ടുകൊണ്ട് സന്ധി ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടിയെ പെൺകുട്ടികളോ ആദർശത്തിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ നീണ്ടു പോകുന്ന അവസ്ഥയുണ്ട്. അത്തരം സമയങ്ങളിലും നമ്മളെപ്പോലുള്ള സെക്യുലർ കുടുംബങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നമുക്ക് ഈ
വർഗീയ ശക്തികളുടെ നമ്മുടെ കുടുംബങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. പല വേഷത്തിലും വർഗീയ ശക്തികൾ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണം നമുക്കറിയാം, കർക്കിടക മാസത്തിൽ നാലമ്പ ദർശനമുണ്ട്. നമ്മളുടെ ചുറ്റുപാടിലുള്ള സ്ത്രീകളെയൊക്കെ വെളുപ്പിന് 4 മണിക്ക് തന്നെ വിളിച്ചേൽപ്പിച്ച് നാലമ്പലം തൊഴാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. അതുപോലെ ബാലഗോകുലം വരും. ബാലഗോകുലം വരുമ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകും. നമ്മൾ ധരിക്കും ഒരു കുട്ടി ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു ഘോഷയാത്ര അല്ലേ, പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അവരെ സ്ത്രീകൾ ധരിക്കും എന്നാലും പുറത്തിറങ്ങാൻ കിട്ടുന്നൊരു അവസരമല്ലേ, എന്നൊരു പോയിക്കളയാം. അതുപോലെ സേവാഭാരതി, ആതുരസേവനവുമായിട്ട് സേവാഭാരതി എന്നൊരു വിഭാഗം തന്നെ ഇവിടെ എല്ലാ മേഖലകളിലും അവരെ ചങ്ങല കെട്ടി ശരിക്കും ചങ്ങലിട്ട് വലിഞ്ഞു മുറുക്കിയ പോലെ നമ്മൾക്ക് കാണാം. അങ്ങനെ വിവിധ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ ഇവരുടെ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാനുള്ള തന്ത്രവുമായിട്ടാണ് സംഘപരിവാർ ശക്തികൾ ഇവിടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ പലർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുനാവായയിൽ കുംഭമേള നടന്നു. വണ്ടി വിളിച്ച് പലരും കുംഭമേള കാണാൻ പോയി. സ്വാഭാവികമായിട്ട് അടുത്ത വർഷവും ഇതിലും വലിയ രീതിയിൽ കുംഭമേള നടക്കുമ്പോൾ കുംഭമേള കാണാൻ പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാവും. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പം നാലമ്പ തടസ്സത്തിന് ആളുകളെ കൂട്ടിക്കൊണ്ട് പോകുന്ന അതേ രീതിയിൽ നമ്മളെ മേഖലയിൽ നിന്നും കേഡർമാരുണ്ടാവും, നമ്മൾ കൂട്ടിക്കൊണ്ട് പോകും. ആ സമയമാകുമ്പോൾ നമ്മളെ വീട്ടിൽ അന്വേഷിച്ച് വരും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അവർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വയ്ക്കും. ആ സമയമാകുമ്പോൾ നമ്മളെ വിളിക്കും. സ്വാഭാവികമായിട്ടും സ്ത്രീകളെയാണ് ഇവർ ലക്ഷ്യപ്പെടുന്നത്, നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ടുവരികയും. അങ്ങനെ ആ രീതിയിലും സംഘപരിവാർ ശക്തികളും മറ്റ് വർഗീയ ശക്തികളും നമ്മളെ കുടുംബങ്ങളെയും നമ്മളറിയാതെ തന്നെ അവരുടെ കൂടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിലപാടുകൾ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ സെക്കുലർ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ നിലപാടുകൾ വളരെ കൃത്യമായിരിക്കണം. മറ്റുള്ളവരുമായി സന്ധി ചെയ്യാൻ യാതൊരു കാരണവശാലും നമ്മൾ തയ്യാറാകരുത്. സന്ധി ചെയ്യാൻ തയ്യാറായാൽ സ്വാഭാവികമായിട്ട് നമ്മളെ വഴുതിയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിലപാടുകൾ എടുക്കുക എന്നുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ കുര്യപ്പൻ സാറിൻ്റെ അദ്ദേഹം പല വേദികളിൽ അദ്ദേഹം പറയാറുണ്ട്, നമുക്ക് പലർക്കും പല സെക്കുലറിസ്റ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ 2 തരം ചെരുപ്പുകളാണ് സൂചിപ്പിക്കാറുണ്ട്. ഒന്ന് മതച്ചെരുപ്പും ഒന്ന് മതേതര ചെരുപ്പും. വീടിനകത്ത് വരുമ്പോൾ മതച്ചെരുപ്പും വീടിൻ്റെ പുറത്ത് പോകുമ്പോൾ മതേതര ചെരുപ്പും. അപ്പം നമുക്കതുപോലെ നമുക്കൊരു ചെരുപ്പ് തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ, അത് മതേതര ചെരുപ്പായിരിക്കണം. അങ്ങനെ ഉറച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മളെ മുന്നോട്ട് പോകുക. മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് നിലപാടുകളാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നേരത്തെ രാവിലത്തെ സെഷനിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യം. വർഷങ്ങളായിട്ടുള്ള കേരള യുക്തിവാദി സംഘടനകളുടെ പരിഷത്തടക്കമുള്ള നിരവധി പുരോഗമന സംഘടനകളുടെ ആവശ്യമാണ് കേരളത്തിലൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക എന്നുള്ളത്. 2008 മുതൽ നമ്മുടെ സംഘടനകളൊക്കെ ഈ ആവശ്യവുമായി സജീവമായി രംഗത്തുണ്ട്. മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകിയിരുന്നു. ബില്ലിൻ്റെ കരട് കോപ്പി തയ്യാറാക്കി കൊടുത്തു. ഓരോ ഗവൺമെൻറ്റും, അച്യുതാനന്ദ ഗവൺമെൻറ് ആവട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആവട്ടെ, 2 തവണ വന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആവട്ടെ, ഇതെല്ലാം നടപ്പാക്കാം എന്ന് നമുക്ക് ഉറപ്പ് തരികയല്ലാതെ നടപ്പാക്കുന്ന ഒരു രീതി ഇതേവരെ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് 2018 ഇലന്തൂർ നരബലി വരുന്നത്. ഇലന്തൂർ നരബലി വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരൊക്കെ പറഞ്ഞു, അടിയന്തരമായിട്ട് നമുക്ക് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണം എന്ന്. ആ വാക്ക് പറഞ്ഞല്ലാതെ അതുമാതിരി യാതൊരു കാര്യവും അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ആ സമയത്താണ് 2022 കേരള യുക്തിവാദി സംഘം ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുന്നത്. ഹർജി പരിഗണിച്ചു. കുറച്ച് നാളൊക്കെ സജീവമായിട്ട് കേസ് മുന്നോട്ട് പോയി. പിന്നീട് അതിനെപ്പറ്റി യാതൊരു അനക്കവും ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും കേസ് എടുത്തു. കേസ് എടുത്തപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൊടുത്ത സത്യവാങ്മൂലം 2023 മന്ത്രിസഭാ യോഗം ഈ രീതിയിലൊരു നിയമം ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നുള്ള സത്യവാങ്മൂലമാണ് കൊടുത്തത്. എന്തായാലും നമുക്ക് വളരെ താല്പര്യമുണ്ട്. ഹൈക്കോടതി ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല.
ഒരു പുരോഗമന സർക്കാർ ഈ നിലപാടെടുക്കാൻ പാടില്ല. നിർബന്ധമായിട്ടെങ്കിലും നിയമം നിർമ്മിച്ച് നടപ്പിലാക്കിയേ തീരൂ. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നുള്ള പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതിന് ഗവൺമെൻറ് വീണ്ടും സത്യവാങ്മൂലം കൊടുത്തു. കേസ് പലതവണ നീട്ടി കൊണ്ടുപോയി. നമുക്കറിയാം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിൽക്കുന്ന കാലത്തോളം ഈ രീതിയിലൊരു ബില്ല് ഇവിടെ നടപ്പാക്കാൻ UDF ഗവൺമെൻറ് ആയാലും LDF ഗവൺമെൻറ് ആയാലും തയ്യാറാകില്ല എന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ട്. അവസാനമായി ഗവൺമെൻറ് എടുത്ത തന്ത്രപരമായ സമീപനം 3 പേരെ വെച്ചുകൊണ്ട് ഒരു പുതിയ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ആ നിയമം നടപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ്. ഇതിനു മുമ്പ് 3 കമ്മീഷൻ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് മുൻപാകേണ്ട്. അതിൽ നടപടിയെടുക്കാത്ത ഗവൺമെൻറ്റാണ് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇങ്ങനെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിൽ ഏത് ഗവൺമെൻറ്റും തൻ്റെ ഇതിലൊരു നിയമം നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന്. ഞാനിത് പറയാൻ കാരണം, സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അന്ധവിശ്വാസങ്ങൾ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കുന്ന ഇത്തരം ഒരു നിയമം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ച് നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ സംഘപരിവാർ അതുപോലെ വർഗീയ ശക്തികളൊക്കെ പല വേഷത്തിലും നമ്മളെ വീട്ടിൽ കയറി വരും. അവരോടൊക്കെ പോപ്പുറത്ത് അല്ലെങ്കിൽ കടക്കുപുറത്ത് നിന്നുള്ള ഉറച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരു ശക്തമായ സെക്യുലർ ജീവിതവുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.